രസകരമായ ഒരു ഫ്യൂണറൽ കോമഡി ഒരുക്കാനാണ് നവാഗതനായിട്ടുള്ള എസ് വിപിൻ തന്റെ ആദ്യ സിനിമയായിട്ടുള്ള വ്യസനസമേതം ബന്ധുമിത്രാദികളിലൂടെ ശ്രമിക്കുന്നത്. ഒരു മരണവീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചേർന്ന് അവസാനം ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കുന്ന പരിപാടി നമ്മൾ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയിട്ടുള്ള ഈമായൌ, ചിദംബരത്തിന്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ജാനേമൻ, ഇതെല്ലാം ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട സിനിമകളാണ്. പക്ഷേ ആ രണ്ട് സിനിമകളിൽ നിന്നും വ്യസനസമേതം ബന്ധുമിത്രാദികൾക്കുള്ള പ്രധാന വ്യത്യാസം ഇതൊരു തമാശപ്പടം ആകാൻ കുറച്ചധികം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ചില സീക്വൻസുകൾക്ക് സ്വാഭാവിക നർമ്മത്തേക്കാൾ ചിരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. തുടക്ക ഭാഗങ്ങളിൽ സെറ്റപ്പ് ചെയ്യുന്ന കുറേ സംഗതികൾക്ക് സിനിമയുടെ അവസാനത്തേക്ക് പേ ഓഫ് വരുന്നതുകൊണ്ട് അല്പസ്വല്പം വർക്ക് ആകുന്ന സിനിമ തന്നെയാണ് ആകെ മൊത്തത്തിൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ. സാവിത്രി അമ്മ ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാവുന്ന അഞ്ജലിയുടെ മുത്തശ്ശിയാണ്. അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിന് ഒരാഴ്ച മുന്നേ സാവിത്രി അമ്മ മരണമടയുന്നു. വീട്ടുവളപ്പിൽ തന്നെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ബന്ധുക്കൾ തീരുമാനിക്കുന്നു. എന്നാൽ ഒരുപാട് ആളുകൾ ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളുമായിട്ട് ആ വീട്ടിൽ വരുന്നതോടെ കാര്യങ്ങൾ ഒരു ബഹളമയമാകുന്നു. ഇതെല്ലാം കൂടെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നതാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. വാഴയുടെ രചയിതാവും ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ സംവിധായകനുമായിട്ടുള്ള വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ ഒരു നിർമ്മാതാവ്. ഞാൻ ആ രണ്ട് സിനിമകളെക്കുറിച്ച് ഇവിടെ പറയാനുള്ള കാരണം ഈ സിനിമയ്ക്കും ആ രണ്ട് സിനിമകളുടെ സിമിലർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ട്. ഒരർത്ഥത്തിൽ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ സ്വല്പം സമർത്ഥമായ ഒന്ന് തന്നെയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള പല സാധനങ്ങളും തുടക്കത്തിൽ ഡയലോഗിലൂടെയും അല്ലാതെയും നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത് സിനിമയുടെ ഫൈനൽ ആക്ടിലേക്കൊക്കെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടവയായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിലുള്ള ചില സാധനങ്ങളെ അവർ കുറച്ചധികം വലിച്ചു നീട്ടുന്നുണ്ട്. ഒരു തമാശ സിനിമ ആവുക എന്നത് തന്നെയാണ് പടത്തിന്റെ പ്രാഥമിക ഉദ്ദേശമെങ്കിലും ഒരു രാഷ്ട്രീയം ഈ സിനിമയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും തലച്ചോർ ഉപയോഗിക്കാതെ ആസ്വദിക്കേണ്ട ഒരു CID മൂസ സിനിമ പോലെ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുതന്നെയായിരുന്നു ഈ സിനിമയുടെ ഒരു പ്രശ്നം. ചില തമാശകൾ വളരെ ഗംഭീരമായിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ മറ്റുള്ളത് ഒരു ഗുരുവായൂർ അമ്പലനടയിൽ ലെവലിലേക്ക് പോകുന്നുണ്ട്. അനശ്വര രാജൻ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത കംഫർട്ട് സോൺ ആയിട്ടുള്ള ക്ഷുഭിത യൗവനത്തിൽ തന്നെയാണ് ഈ സിനിമയിൽ ഉള്ളത്. പണ്ട് രൺബീർ കപൂറും ദുൽഖർ സൽമാനും വീട് വിട്ടുപോകുന്ന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെയാണ് ഇപ്പോൾ ഉറപ്പിച്ച കല്യാണം ഇഷ്ടമില്ലാതെ വീട്ടുകാരോട് കലിപ്പിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ അനശ്വര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നായികയുടെ പുറകെ നടക്കുന്ന പൂവാലിനായിട്ട് വന്നിട്ടുള്ള സിജു സണ്ണിക്ക് വേണ്ടത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ജോമോൻ ജ്യോതിറിന് പക്ഷേ രണ്ടാം പകുതിയിലൊക്കെ സ്ഥിരം ശൈലി ഉപയോഗിച്ച് ആളുകളെ കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ട്. നോബി മാർക്കോസിന് സ്ഥിരം ചെയ്യുന്നതിൽ നിന്നും സ്വല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു കാസ്റ്റിംഗ് കൊണ്ട് തന്നെ ആ റോളിന് ഒരു ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഇതിലെ പെർഫോമൻസ് വന്നിട്ടുള്ളത് അസീസ് നെടുമങ്ങാടിൽ നിന്നാണ്. വളരെ ശാന്തനായ ആ മനുഷ്യന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ആ ട്രാൻസ്ഫോർമേഷൻ പുള്ളി വളരെ വിശ്വസനീയമായ രീതിയിൽ തന്നെ സ്ക്രീനിൽ ചെയ്യുകയും ചെയ്തു. തന്റെ സ്ഥിരം ശൈലിയിൽ കരയോഗം പ്രസിഡന്റിനെ ബൈജു അവതരിപ്പിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ ഹൈപ്പിച്ചിലുള്ള ഈ കോമഡിയിൽ ചില ആളുകൾ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ മറ്റു ചിലർ വെറും ബഹളം വെപ്പ് മാത്രമായി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള രീതി നോക്കുമ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. മൈൽഡ് സ്പോയിലർ അലേർട്ട്. ഇതിൽ സിജു സണ്ണി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതോ ഒരു ബന്ധുവാണെന്ന് ആരോ തെറ്റിദ്ധരിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. വളരെ കാഷ്വൽ ആയിട്ട് പോകുന്ന ആ ഒരു ഡയലോഗ് ക്ലൈമാക്സിൽ ഒരു ഗംഭീര കോമഡിക്ക് വഴിവെക്കുന്നുണ്ട്. ചില സീനുകൾക്ക് കൊടുത്ത ബിൽഡപ്പ് പലപ്പോഴും പ്രശ്നമാകുന്നത് പോലെ തോന്നി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജോക്ക് വർക്ക് ആവണമെങ്കിൽ സിനിമയുടെ അവസാനത്തേക്ക് പോലീസ് വരണം. പക്ഷെ ആ പോലീസിനെ വരുത്താൻ വേണ്ടി തിരക്കഥയിൽ എഴുതി ചേർത്തിട്ടുള്ള ആന്റി കോമഡി കുറച്ചധികം ഓവറായിരുന്നു. ജെനുവിനായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന നല്ല മൊമെന്റുകൾക്കിടയിൽ കുറെ ഓവറാക്കിയ തമാശകൾ ചേർത്തതുപോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കുറെ കോമഡി സീനുകൾ തുന്നിച്ചേർത്ത് ഒരു സിനിമയാണെന്ന് പറയാൻ ശ്രമിക്കുന്ന തട്ടിക്കൂട്ട് ശ്രമമല്ല വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഓരോ സീനിനും അവസാനത്തേക്ക് വരുമ്പോൾ കോമഡിയെ മെച്ചപ്പെടുത്താൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു പർപ്പസ് കൊടുക്കാൻ തിരക്കഥ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് കോമഡി കണ്ടെത്താൻ വേണ്ടി സിനിമ ഒരു ട്രാക്കിൽ പോകുമ്പോൾ ഒരേ തരം തമാശകളുടെ വിരസമായ ആവർത്തനം പോലെ ആകുന്നുണ്ട്. നല്ലപോലെ ചിരിപ്പിക്കുന്നതും ഒരല്പം ഓവറാകുന്നതുമായിട്ടുള്ള തമാശകളുള്ള കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ആകെ മൊത്തത്തിൽ വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്